ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫുൾ സ്ലീവിൻ്റെ കട്ടിംഗ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കട്ടിംഗ് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് തുണി എങ്ങനെയാണ് മടക്കിയിടേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ തുണി ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ടേക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ടു. ഇനി ഈ ഒരു തുണീനെ ഒന്നും കൂടി ഹാഫായിട്ട് മടക്കുക കേട്ടോ. അപ്പോൾ എഗെയിൻ ഞാൻ ഇതിനെ ഹാഫായിട്ട് വീണ്ടും മടക്കി. ഇപ്പം നമ്മൾ സ്ലീവ്സിനായിട്ട് തുണി 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഈ ഒരു മുകൾ ഭാഗം എന്ന് പറയുന്നത് കംപ്ലീറ്റ് മടക്കി വരുന്ന ഭാഗമാണ്. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്താണ് നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ ഞാൻ ഈ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് നമ്മൾ ലെവൽ ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു പോയിന്റിൻ്റെ ഇങ്ങോട്ട് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 20 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാനിവിടെ 20 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. 1.5 ഇഞ്ചാണ് ഞാൻ എക്സ്ട്രാ തയ്യൽ തുമ്പ് ആഡ് ചെയ്തിരിക്കണേ. 1.5 ഇഞ്ചാണ് ഞാനിവിടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. 1 ഇഞ്ച് ഈ ഒരു അരികുവശം മടക്കി സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ തന്നെ 1/2 ഇഞ്ച് ഷോൾഡറുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാനും. ആ ഒരു ലൈൻ ഞാൻ സ്ട്രെയിറ്റ് അടി വരെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മുടെ കൈയുടെ ആ ഒരു മസിലിൻ്റെ ഒരു ഭാഗം വരുന്നുണ്ടല്ലോ, കുറച്ച് വണ്ണം വരുന്ന ഭാഗം, അവിടുത്തെ ലെങ്ത്ത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ടേപ്പ് വെച്ച് ഞാനൊരു 4.5 ഇഞ്ചാണ് അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് വണ്ണം വരുന്ന ഭാഗത്ത് ആ ഒരു ലെങ്ത്ത് 4.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൽബോൻ്റെ ലെങ്ത്ത് ഞാനൊരു 12.5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൽബോൻ്റെ ലെങ്ത്ത് 12.5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തു. ഇപ്പം നമ്മൾ കൈയുടെ കുറച്ച് വണ്ണം വരുന്ന ഭാഗത്ത് ആ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൽബോൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഫുൾ എത്രയാണോ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടേ അതും നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൻ്റെ ഇങ്ങോട്ട് നേരെ അടിയിലേക്ക് സ്ലീവിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് 8 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഈ ഒരു 8 ഇഞ്ച് എങ്ങനെയാണ് നമ്മൾ എടുത്തതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിന് ഇങ്ങോട്ട് ഒരു 3 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളൊരു ഫോർമുല വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 12. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ചെസ്റ്റ് 37 ഇഞ്ചാണ്. അത് ഡിവൈഡഡ് ബൈ 12 ചെയ്യുമ്പോൾ എനിക്ക് 3 ഇഞ്ചാണ് കിട്ടുക. ആ ഒരു 3 ഇഞ്ചാണ് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് ഈ ഒരു പോയിന്റും നമുക്ക് കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കാം. അപ്പോൾ ഈ 2 പോയിന്റും ഞാൻ ഇതുപോലെ ഒന്ന് ഡയഗണലായിട്ട് കണക്ട് ചെയ്തു. അടുത്തതായിട്ട് ഈ ഒരു ലൈനിൻ്റെ കറക്റ്റ് സെൻറ്റർ നമുക്ക് കണ്ടുപിടിക്കാം. അത് ടേപ്പ് ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഈ ഒരു ടേപ്പിനെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് സെൻറ്റർ കിട്ടും. അപ്പോൾ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കർവ് ഭംഗിയായിട്ട് വരച്ചു കൊടുക്കാം. ഈ ഒരു പോയിന്റിന്റെ മുകൾ ഭാഗത്തേക്ക് ഞാൻ കർവ് ഈ ഒരു ലൈനിന്റെ പുറത്തേക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ, ഈ ഒരു ലൈനിന്റെ പുറത്തേക്ക് ആ ഒരു കർവ് മാർക്ക് ചെയ്തു. ഇനി ഈ ഒരു പോയിന്റിന്റെ അടിയിലേക്ക് വരുമ്പോൾ കർവ് ഞാൻ ഉള്ളിലേക്കാണ് വരച്ചു കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇപ്പൊ ഭംഗിയായിട്ട് നമ്മൾ ആ ഒരു കർവ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ എക്സ്ട്രാ ആയിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ബോഡി പാർട്ടിൽ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തത്. ആ സെയിം 1.5 ഇഞ്ച് തന്നെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് കൈയുടെ വണ്ണം വരുന്ന ഭാഗത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് 6.5 ഇഞ്ച് മാർക്ക് ചെയ്തു. തയ്യൽ തുമ്പ് 1.5 ഇഞ്ചും മാർക്ക് ചെയ്തു. ഇനി അടുത്തായിട്ട് എൽബോന്റെ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ ഒരു എൽബോന്റെ അവിടെ ഞാൻ 6 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്.
അപ്പോൾ എൽബോൻ്റെ അവിടെ 6 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെയും 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തതായിട്ട് സ്ലീവ് ഓപ്പണിൻ്റെ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 4.5 ഇഞ്ച് മാർക്ക് ചെയ്തു. പ്ലസ് അവിടെ തയ്യൽ തുമ്പ് ഞാൻ 1.5 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി വേറെ ഒന്നുമില്ല, നമുക്കിതൊക്കെ ഒന്ന് ജോയിൻ ചെയ്തങ്ങ് വരച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ സ്ലീവ്സ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ സെൻറ്റർ അറിയാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു നോച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സ്ലീവ്സ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ സ്ലീവ്സ് കുഴിച്ച് കട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷൻ നമുക്ക് കുഴിച്ച് കട്ട് ചെയ്യാം. അതിനായിട്ട് 2 സ്ലീവിൻ്റെയും നല്ല വശങ്ങൾ ഞാൻ ഒന്ന് ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഞാൻ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെറുതായിട്ട് നമ്മൾ ഈ ഒരു ഫ്രണ്ട് പോർഷൻ കുഴിച്ച് കട്ട് ചെയ്തു. ഇനി നിങ്ങൾ ഇത് മാറിപ്പോകരുത് കേട്ടോ. അതിനായിട്ട് ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും കറക്റ്റ് ഇത് ഫ്രണ്ടിലേക്ക് വരുന്ന പോലെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതറിയാനായിട്ട് ഇത് ഇതുപോലെ ഒരു നോച്ച് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.